ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ ഡിസിഷൻ തിയറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടനിറ്റി. ഓക്കെ, നേരത്തെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സെർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ട് പറഞ്ഞിരുന്നു. അവിടെ സെർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡിസിഷൻ മേക്കർക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാം എന്നുള്ളതാണ്. നമ്മളൊരു കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും ഒരു ഡിസിഷൻ മേക്കർക്ക് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ ഡിഫറെന്റ് ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് മുമ്പേ കൃത്യമായിട്ട് അറിയാമെന്നതൊക്കെ. ഇൻ ദി കേസ് ഓഫ് അൺസെർട്ടനിറ്റി, ദി ഡിസിഷൻ മേക്കർ ഈസ് നോട്ട് അവെയർ ഓഫ് ഓൾ അവൈലബിൾ ആൾട്ടർനേറ്റീവ്സ് ആൻഡ് ദി റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഓഫ് ദീസ് ആൾട്ടർനേറ്റീവ്. ഇവിടെ ഒരു ഡിസിഷൻ മേക്കർ എല്ലാ ആൾട്ടർനേറ്റീവിനെ കുറിച്ചും എന്തല്ല, അവെയർ അല്ല, കൃത്യമായിട്ട് ബോധമുള്ള ആളല്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് എല്ലാ ആൾട്ടർനേറ്റീവിനെ കുറിച്ചും ഡീറ്റെയിൽസ് അറിയില്ല എന്നുള്ളതാണ്. അതേപോലെ അതിന്റെ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്ന് അറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോ ഒരു ഡിസിഷൻ മേക്കർ ചെയ്യുന്നത് എന്താണ്? ഹി വിൽ മേക്ക് സെർട്ടൻ അസംഷൻസ്. ഡിസിഷൻ മേക്കർ ചെയ്യുന്നത് അസംഷൻസ് നടത്തുന്നു എന്നുള്ളതാണ്. അബൌട്ട് സിറ്റുവേഷൻ ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എ റീസണബിൾ ഫ്രെയിംവർക്ക് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്, അനുയോജ്യമായ ഒരു തീരുമാനം എടുക്കാൻ എന്ത് ചെയ്യുന്നു? ചില അനുമാനങ്ങളിലൂടെയാണ്, ചില അസംഷൻസിലൂടെയാണ് ഒരു ഡിസിഷൻ മേക്കർ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ്. അണ്ടർ ദി കണ്ടീഷൻ ഓഫ് അൺസെർട്ടനിറ്റി, ഡിസിഷൻസ് ആർ മെയിൻലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ ജഡ്ജ്മെന്റ്, അതേപോലെ എക്സ്പീരിയൻസ്. ഓക്കെ, ഒരാളുടെ എക്സ്പീരിയൻസും അതേപോലെ അയാളുടേതായ ജഡ്ജ്മെന്റും ഒക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ അൺസെർട്ടനിറ്റി എന്ന് പറയുന്ന കേസിൽ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് ടു ദി മാർക്കറ്റ്. ഒരു പുതിയ പ്രോഡക്റ്റ്, ഇപ്പോ എന്താണ്, ഒരു ZY എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. ഓക്കെ, ഒരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മുമ്പ് എന്തില്ല, കസ്റ്റമേഴ്സിന് ഒരു ഐഡിയയും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പുള്ള ഒരു ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ അല്ല. എങ്ങനെ ഇത് സക്സസ് ആകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇവിടെ കുറെ ജഡ്ജ്മെന്റ്, നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതേപോലെ തന്നെ ജഡ്ജ്മെന്റ് മുഖേന നമ്മൾ എന്ത് ചെയ്യുന്നു, ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരം കേസിൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് നടത്തുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് പ്രോസസ് ആണ്. അപ്പൊ ഇത്തരം കേസിൽ, അൺസെർട്ടനിറ്റി വരുന്ന കേസിൽ എങ്ങനെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്? അതിന് ചില മെത്തേഡ്സുകളാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. മെത്തേഡ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടനിറ്റി. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് 5 മെത്തേഡുകളാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ വരുന്നത് എന്താണ്? മാക്സിമിൻ എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തത് മാക്സ് എന്ന് പറയുന്നതാണ്. ഇനി മിനിമാക്സ് എന്ന് പറയുന്ന, മിനിമസ് റിഗ്രറ്റ് എന്ന് പറയുന്നതാണ് മറ്റൊന്ന് വരുന്നത്. ഇനി ലാപ്ലേസ് എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. ലാസ്റ്റ് വരുന്നതാണ് ഹർവിക്സ് എന്ന് പറയുന്നതാണ് വേറൊരു മെത്തേഡ് വരുന്നത്. അപ്പൊ അതിൽ ഒന്നാമതാണ് മാക്സിമിൻ ക്രൈറ്റീരിയ. ഓക്കെ, ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ബൈ എ ഡിസിഷൻ മേക്കർ ഹു ആർ പെസിമിസ്റ്റിക് അബൌട്ട് ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചറിനെ കുറിച്ച് എന്താണ്, അയാൾ ഒരു പെസിമിസ്റ്റ് ആണ്. ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് എന്താണ്? എസ്റ്റിമേറ്റ് ദി മിനിമം പേ ഓഫ് ഓൾ ഗിവൻ ആൾട്ടർനേറ്റീവ്. തന്നിരിക്കുന്ന എല്ലാ ആൾട്ടർനേറ്റീവിന്റെയും മിനിമം പേ ഓഫ് കണ്ടെത്തുന്നു. പേ ഓഫ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മിനിമം പേ ഓഫിനെ കണ്ടെത്തുന്നു. ആൻഡ് ദി മാക്സിമം എമംഗ് ദീസ് മിനിമം പേ ഓഫ് ഈസ് ഐഡന്റിഫൈഡ്. എന്നിട്ട് അതിൽ നിന്നും മാക്സിമം ഏതാണോ അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ പറയുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകില്ല. നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ എന്താണ് മാക്സിമിൻ എന്നുള്ളത് കൃത്യമായിട്ട് പറയും. മാക്സിമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിനിമം പേ ഓഫുകളിൽ നിന്നും മാക്സിമം എന്നതിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ജസ്റ്റ് നോക്കാം, എന്നാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. സപ്പോസ് യു ആർ ഡിസൈഡഡ് ടു ഓപ്പൺ എ ടെമ്പററി ഷോപ്പ്. ഒരു ടെമ്പററി ഷോപ്പ് എന്ത് ചെയ്യാണ്, നമ്മൾ ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു. ഫോർ എ ഡേ ഇൻ യുവർ വില്ലേജ് ഇൻ എ കണക്ഷൻ വിത്ത് എ ലോക്കൽ ഫെസ്റ്റിവൽ. ഒരു ജസ്റ്റ് ഒരു ഫെസ്റ്റിവൽ, എന്തെങ്കിലും ഉത്സവം നടക്കുന്ന സമയത്ത് നമ്മളൊരു എന്താണ്, ടെമ്പററി ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു. ഓക്കെ, യു ആർ കൺസിഡറിങ് 3 ആൾട്ടർനേറ്റീവ്. എന്തൊക്കെയാണ്? ടു റൺ എ ടീ ഷോപ്പ്, ടു റൺ എ ഐസ്ക്രീം സ്റ്റാള്, ടു റൺ എ കാൻഡി ഷോപ്പ്. ഓക്കെ, ഇത്രയും 3 ഷോപ്പുകളാണ് നമ്മുടെ മനസ്സിലുള്ള ആൾട്ടർനേറ്റീവ്. അപ്പൊ ഇവിടെ ഈ 3 ആൾട്ടർനേറ്റീവിന്റെയും നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് വിലയിരുത്തുകയാണ്. ഏതാണ് നമുക്ക് നല്ലത് എന്ന് നോക്കുന്നത്. അതായത് നമ്മൾ ഒന്നാമത് പറഞ്ഞ മാക്സിമിൻ എന്ന് പറയുന്ന അപ്രോച്ച് അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് സെലക്ഷൻ നടത്തുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് നോക്കുക.
നമ്മളെ ക്വസ്റ്റനിൽ തന്ന കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതിയാണ്. ഇതിൽ അൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഐസ്ക്രീം, ടീ ഷോപ്പ്, കാൻഡി ഷോപ്പ്, ഇങ്ങനെ 3 ഷോപ്പാണ്. കാൻഡി ഷോപ്പ്. ഓക്കെ. ഇതിൽ ഹോട്ട് ക്ലൈമാറ്റ് ഡേ ആണെങ്കിൽ, അതായത് സ്റ്റേറ്റ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ പോസിബിൾ ഔട്ട്കം എന്നുള്ളത് ഇവിടെ ഏതൊക്കെയാണ്? ഹോട്ട് ക്ലൈമാറ്റ് ഡേ ആണെങ്കിൽ, ചൂടുള്ള ക്ലൈമാറ്റ് ആണെങ്കിൽ അത്തരം കേസിൽ ഐസ്ക്രീമിന് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 20,000 പ്രോഫിറ്റ് ആണ്. ഇനി ടീ ഷോപ്പിനാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്? 2,000 മാത്രമാണ്. കാൻഡി ഷോപ്പിനാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 4,000 ആണ്. ഇനി മോഡറേറ്റ് ക്ലൈമാറ്റ് ഡേ ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയാവുമ്പോൾ 4,000 പ്രോഫിറ്റ് ഐസ്ക്രീമിൽ വരും, ടീ ഷോപ്പിൽ 5,000 പ്രോഫിറ്റ് വരും, 6,000 കാൻഡി ഷോപ്പിൽ വരും. ഇനി ഹെവി റെയിൻ ഡേ ആണെങ്കിൽ അപ്പം ഐസ്ക്രീമിന് എന്ത് ചെയ്യും? ഇവിടെ ഡിമാൻഡ് കുറയും, അപ്പൊ ലോസ് ആണ്. 5,000 ലോസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഇവിടെ 10,000 എന്താവും? പ്രോഫിറ്റ് ഉണ്ടാവും ടീ ഷോപ്പിൽ. ഇനി കാൻഡി ഷോപ്പിൽ 5,000 പ്രോഫിറ്റ് ഉണ്ടാകും. ഇനി മിനിമം വാല്യൂ എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ മിനിമം വാല്യൂ കണ്ടെത്തും. മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ ഏറ്റവും കുറവുള്ളത്, ഈ ഐസ്ക്രീമിന്റെ കേസിൽ ഏറ്റവും കുറവുള്ള ഏതായിരുന്നു? ഇവിടെയാണ്. 5,000 ലോസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നു. ഇനി ടീ ഷോപ്പിൽ ഏറ്റവും കുറവുള്ള 2,000 പ്രോഫിറ്റ് ആണ്, അതിനെ സെലക്ട് ചെയ്തു. ഇനി കാൻഡി ഷോപ്പിൽ ഏറ്റവും കുറവുള്ള ഏതാണ്? 4,000 പ്രോഫിറ്റ് ആണ്. ഓക്കെ. ഇനി ഈ 3 മിനിമം ആണ്. ഓക്കെ, ഈ 3 മിനിമം ആണ്. ഈ 3 ഏതാണോ മാക്സിമം വരുന്നത്, അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇതിൽ മാക്സിമം ഏതാണ്? 4,000 പ്രോഫിറ്റ് ആണ്. ഇത് ലോസ് ആണ്. ഇത് 2,000 പ്രോഫിറ്റ് ആണ്. ഇത് 4,000 പ്രോഫിറ്റ് ആണ്. ഓക്കെ. ഇപ്പൊ ഇവിടെ 4,000 പ്രോഫിറ്റ് ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. അതായത് നമ്മൾ പറഞ്ഞ അൾട്ടർനേറ്റീവിൽ നിന്നും മിനിമം വാല്യൂസ് നമ്മൾ കണ്ടെത്തി. ഇതിൽ ഐസ്ക്രീമിൽ മിനിമം, ടീ ഷോപ്പിൽ മിനിമം, അതേപോലെ തന്നെ കാൻഡി ഷോപ്പിൽ, ഇത് 3ലും നമ്മൾ മിനിമം വാല്യൂ കണ്ടെത്തി. എന്നിട്ട് അതിൽ നിന്നും മാക്സിമം വാല്യൂ ഏതാണോ അതിനെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പൊ ഇവിടെ 4,000നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ കൺക്ലൂഷൻ ആയിട്ട് കൊടുക്കുന്നത് എമംഗ് ദീസ് അൾട്ടർനേറ്റീവ് ഹി വിൽ പ്രിഫർ കാൻഡി ഷോപ്പ് ബിക്കോസ് ദി മാക്സിമം പേ ഓഫ് എമംഗ് ദീസ് മിനിമം പേ ഓഫ് ഈസ് ഇത്രയാണ് 4,000 റിലേറ്റഡ് ടു കാൻഡി ഷോപ്പ്. ഓക്കെ. ഇപ്പൊ മറ്റുള്ളതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മിനിമം എന്നതിൽ മാക്സിമം വരുന്നത് ഏതാണ്? കാൻഡി ഷോപ്പാണ്. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ പറഞ്ഞ മെത്തേഡിന്റെ മീനിങ് കറക്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. മാക്സി മിനിമം എന്ന് പറഞ്ഞാൽ എല്ലാ മിനിമവും നമ്മൾ നോട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് മാക്സിമത്തിനെ സെലക്ട് ചെയ്യുന്നതാണ് മാക്സിമിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ മെത്തേഡ് വരുന്നത് എന്താണ്? മാക്സിമാക്സ് എന്ന് പറയുന്ന മെത്തേഡാണ്. അതായത് ഈ മാക്സിമാക്സ് എന്ന് പറയുന്ന അപ്രോച്ചിൽ ഡിസിഷൻ മേക്കർ അഡോപ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഡിസിഷൻ മേക്കർ ആരാണ്? ഹു ആർ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദി ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചറിനെ കുറിച്ച് എന്താണ്? ഒപ്റ്റിമിസ്റ്റിക് ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യുന്നത്, ഈ ഒരു മെത്തേഡിൽ ഡിസിഷൻ മേക്കർ എസ്റ്റിമേറ്റ് ദി മാക്സിമം പേ ഓഫ്, എല്ലാ മാക്സിമം പേ ഓഫിനെയും എന്ത് ചെയ്യുന്നു? എസ്റ്റിമേറ്റ് ചെയ്യുന്നു. എല്ലാ ആൾട്ടർനേറ്റീവിന്റെയും മാക്സിമം പേ ഓഫിനെ എന്ത് ചെയ്യുന്നു? എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ആൻഡ് ദി മാക്സിമം എമംഗ് ദീസ് മാക്സിമം പേ ഓഫ് ഈസ് ഐഡന്റിഫൈഡ്. ഓക്കെ, ആൻഡ് സെലക്ടഡ്. ഇതിൽ നിന്നും മാക്സിമത്തിന് എന്ത് ചെയ്യുന്നു? വീണ്ടും സെലക്ട് ചെയ്യുന്നു. അതില് മാക്സിമം എന്നതിനെ സെലക്ട് ചെയ്യുന്നു. ഇതാണ് മാക്സിമാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, അതായത് ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഒരു ദിവസം എന്ത് ചെയ്യുന്നു? ഒരു ഷോപ്പ് തുടങ്ങണം. അത് ടീ ഷോപ്പും അതേപോലെ ഐസ്ക്രീം സ്റ്റാളും അതേപോലെ കാൻഡി ഷോപ്പുമാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൾട്ടർനേറ്റീവ് വരുന്നു. അത് ഐസ്ക്രീമിൽ അതേപോലെ ടീ ഷോപ്പിലും കാൻഡി ഷോപ്പിലും 20,000 പ്രോഫിറ്റ് ഇവിടെ വരുന്നു, 4,000 പ്രോഫിറ്റ് ഇവിടെ വരുന്നു, 5,000 ലോസ്. അതായത് ഹോട്ട് ക്ലൈമാറ്റ് ആണെങ്കിൽ 20,000, മോഡറേറ്റ് ആണെങ്കിൽ 4,000, ഹെവി റെയിൻ ആണെങ്കിൽ 5,000 ലോസ്. ഇനി ടീ ഷോപ്പിന്റെ കേസിലും 2,000, 5,000, 10,000 നേരത്തെ പറഞ്ഞ വാല്യൂസ് തന്നെ. ഓക്കെ. ഇനി ഇതിൽ നമ്മൾ മാക്സിമം വാല്യൂസിനെ ജസ്റ്റ് നോട്ട് ചെയ്യുന്നു. ഇതിൽ ഒന്നാമത്തെ ഐസ്ക്രീമിന്റെ കേസിൽ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 20,000 പ്രോഫിറ്റ് ആണ്. 20,000 പ്രോഫിറ്റ് ആണ്, ലോസ് അല്ല. 20,000 പ്രോഫിറ്റ് ആണ്. ഓക്കെ. ഇനി ടീ ഷോപ്പ് എന്നതിൽ ഇവിടെ മാക്സിമം വരുന്നത് ഏതാണ്? 10,000 ആണ്. 10,000 നമ്മൾ അതിനെടുത്ത് എഴുതുന്നു. ഇനി കാൻഡി എന്നതിൽ 6,000 ആണ് വരുന്നത്, കൂടുതൽ വരുന്നത്, അതിനെ നമ്മൾ എടുത്ത് എഴുതുന്നു. ഓക്കെ. ഇനി ഈ 3 അതായത് 20,000ഉം 10,000ഉം അതേപോലെ തന്നെ 6,000ഉം, ഇതിൽ 3ലും മാക്സിമം വരുന്നത് ഏതാണ്? 20,000 ആണ്. ഇതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് മാക്സിമാക്സ് എന്ന് പറയുന്ന മെത്തേഡ് പറയുന്നത്. ഓക്കെ. അതായത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് മാക്സിമം പേ ഓഫ് 20,000 ആണ്. ഐസ്ക്രീം എന്ന് പറയുന്നതിൽ വരുന്ന 20,000 എന്ന് പറയുന്നതിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. മാക്സിമം
എന്താണ് വാല്യൂസിനെ എടുത്ത് എഴുതിയിട്ട് പേ ഓഫിനെ എടുത്ത് എഴുതിയിട്ട് അതിൽ മാക്സിമം സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് മാക്സി മാക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ വരുന്നത് എന്താണ്? റിഗ്രറ്റ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ മിനിമാക്സ് എന്ന് പറയും ഇതിന്, മിനിമാക്സ്. അതായത് ഈ മെത്തേഡ് പ്രകാരം ഡിസിഷൻ മേക്കർ സെലക്ട് മാക്സിമം റിഗ്രറ്റ്. മാക്സിമം റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ആയിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് അതിൽ നമ്മൾ എടുക്കുന്ന എന്താണ്? മിനിമം റിഗ്രറ്റ് വരുന്നതിനെ സെലക്ട് ചെയ്യുന്നു. മാക്സിമം റിഗ്രറ്റുകൾ എടുത്തെഴുതി അതിൽ നിന്നും മിനിമം റിഗ്രറ്റ്, അതായത് മിനിമം ലോസ് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഈ ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ മിനിമാക്സ് ക്രൈറ്റീരിയ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഹോട്ട് ക്ലൈമാറ്റ് ഡേ 20,000 ഐസ്ക്രീമിൽ പ്രോഫിറ്റ് വരുന്നു, ടീ ഷോപ്പിൽ 2,000 വരുന്നു, ഇനി ക്യാൻഡി ഷോപ്പിൽ 4,000 പ്രോഫിറ്റ് വരുന്നു. ഓക്കെ, ഇനി മോഡറേറ്റ് ക്ലൈമാറ്റ് ആണെങ്കിൽ 4,000 പ്രോഫിറ്റ്, 5,000 പ്രോഫിറ്റ്, അതേപോലെ 6,000 പ്രോഫിറ്റ്. ഇനി ഹെവി റെയിൻ ആണെങ്കിൽ 5,000 ലോസ്, ഇവിടെ 10,000 പ്രോഫിറ്റ്, 5,000 പ്രോഫിറ്റ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിനെ ജസ്റ്റ് നമ്മൾ റിഗ്രറ്റ് പേ ഓഫ് ടേബിൾ എന്ന് പറഞ്ഞ് മറ്റൊരു ടേബിളിലേക്ക് മാറ്റുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഹോട്ട് ക്ലൈമാറ്റ് ഡേ നമുക്ക് ഉണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് 0 ആണ്. 0 വരുന്നത് എങ്ങനെയാണ്? അത് ജസ്റ്റ് മനസ്സിലാക്കുക. ഐസ്ക്രീം ആണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? 20,000 ആണ്. ഹോട്ട് ക്ലൈമാറ്റ് ഡേ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരുന്നത് ഏതിലാണ്? ഐസ്ക്രീമിലാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരുന്നതിനാണ് നമ്മൾ എടുക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോഴാണ് നമ്മൾ ഇവിടെ 0 എന്ന് കൊടുത്തത്. ഇപ്പൊ മറ്റുള്ളത് പറയും നിങ്ങൾക്ക് മനസ്സിലാകും. ടീ ഷോപ്പ് എന്നുള്ളത് എടുക്കുക. ടീ ഷോപ്പിൽ ജസ്റ്റ് നോക്കുക. ടീ ഷോപ്പിൽ ഇവിടെ 18,000 ലോസ് ആണ്. അതെങ്ങനെയാണ് വരുന്നത്? നേരത്തെ നമ്മൾ കൊടുത്തതിൽ 2,000 പ്രോഫിറ്റ് ആയിരുന്നു. ഓക്കെ, നേരത്തെ കൊടുത്തതിൽ 2,000 പ്രോഫിറ്റ് ആയിരുന്നു. ഓക്കെ, അതേ സ്ഥാനത്ത് നമ്മൾ ഐസ്ക്രീം ആണ് തുടങ്ങിയതെങ്കിൽ നമുക്ക് 20,000 കിട്ടുമായിരുന്നു. ടീ ഷോപ്പ് തുടങ്ങിയോണ്ട് നമുക്ക് 18,000 ലോസ് ഉണ്ടായി. ആ ലോസിനെയാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. ഇതേപോലെ ക്യാൻഡി എന്ന് പറയുന്നതിൽ 4,000 പ്രോഫിറ്റ് ആണ്. അപ്പോൾ ക്യാൻഡി ഷോപ്പ് തുടങ്ങിയത് കൊണ്ട് നമുക്ക് ലോസ് ഉണ്ടായ 16,000 ആണ്. ആസ് കമ്പയർഡ് ടു എന്താണ്? ഐസ്ക്രീമാണ്. ഐസ്ക്രീമിന് 20,000 പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ഓരോന്നിനെയും എടുത്തെഴുതുന്നു. അടുത്ത മോഡറേറ്റ് ക്ലൈമാറ്റ് ഡേ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഐസ്ക്രീമിൽ നമുക്ക് ലോസ് ഉണ്ടാകുന്നത് എത്രയാണ്? 2,000 ലോസ് ആണ് വരുന്നത്. 2,000 ലോസ്. കാരണം എന്താ? ആ ഒരു മോഡറേറ്റ് ക്ലൈമാറ്റ് ഡേയിൽ 6,000 ആണ് മാക്സിമം പ്രോഫിറ്റ് വരുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ നമുക്ക് 2,000 ആണ് ഇവിടെ എന്തുണ്ടാകുന്നത്? 2,000 ആണ് ലോസ് സംഭവിക്കുന്നത്. ഇനി ടീ ഷോപ്പിന്റെ കേസിൽ എത്രയാണ്? 1,000 ആണ്. അതെങ്ങനെയാണ് വരുന്നത്? ഇവിടെ 5,000 ആയിരുന്നു ടീ ഷോപ്പിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ടീ ഷോപ്പിൽ 5,000 പ്രോഫിറ്റ് ആണ് കാണിച്ചത്. അപ്പൊ നമുക്ക് നഷ്ടമാകുന്നത് 1,000 ആണ്. ഓക്കെ, അതായത് ടീ ഷോപ്പ് തുടങ്ങിയോണ്ട് നമുക്ക് നഷ്ടമാകുന്നത് 1,000 ആണ്. ഇനി മോഡറേറ്റ് ക്ലൈമാറ്റിൽ ക്യാൻഡി ഷോപ്പ് ആണെങ്കിൽ 0, മാക്സിമം കിട്ടിയ പ്രോഫിറ്റ് അവിടെ എന്താണ്? 6,000 ആണ്. അതുകൊണ്ട് തന്നെ അത് 0 കാണിക്കുന്നു. ഇനി അടുത്ത ഐസ്ക്രീം ഹെവി റെയിൻ ഡേ ആണെങ്കിൽ, ഹെവി റെയിൻ ഡേ 5,000 ലോസ് ആണ്. ആ ഒരു ഹെവി റെയിൻ ഡേ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന 10,000 ആണ്. 10,000 ആണ് നമുക്ക് ലോസ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ലോസ് എന്തായിട്ട് മാറും? 15,000. റിഗ്രറ്റ് എന്ന് പറയുന്നത് 15,000 ആയിട്ട് മാറും. ഓൾറെഡി നമുക്ക് 5,000 ലോസ് ഉണ്ടായതും 10,000 കൂട്ടിയിട്ടാണ് ഇവിടെ 15,000 വരുന്നത്. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കുക. ഓൾറെഡി നമുക്ക് നേരത്തെ 5,000 ലോസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഈ 5,000 ലോസും കൂട്ടിയിട്ടാണ് ഇവിടെ 15,000 കാണിക്കുന്നത്. ഇനി ടീ ഷോപ്പിൽ 0 ആണ്, കാരണം അതിലാണ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്. ക്യാൻഡി ഷോപ്പിൽ 5,000 ആണ്, കാരണം അവിടെ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്? 5,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 5,000 ആണ് ലോസ് സംഭവിക്കുന്നത്. ഇങ്ങനെ എല്ലാ ലോസുകളെയും നമ്മൾ എടുത്തെഴുതി. എല്ലാ ലോസുകളിൽ നിന്നും മാക്സിമം ലോസിനെ എടുത്തെഴുതുന്നു. ഇതിൽ മാക്സിമം ഏതാണ്? 15,000 ആണ്. ഇതിൽ മാക്സിമം ഏതാണ്? 18,000 ആണ്. അതിനെടുത്തെഴുതി. ഇതിൽ മാക്സിമം 16,000. ഇനി ഇതിൽ നിന്നും ഏറ്റവും കുറവുള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. കുറവുള്ള ഏതാണ്? 15,000 ആണ്. ഓക്കെ, ഈ ഒരു സിസ്റ്റമാണ് ഇവിടെ ഏതിൽ വരുന്നത്? മിനിമാക്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് റിഗ്രറ്റ് എന്ന് പറയുന്നതിൽ, റിഗ്രറ്റ് മെത്തേഡിൽ വരുന്നു. അതായത് ഇവിടെ ഏതായിരിക്കും? ഐസ്ക്രീം സ്റ്റാളാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം ഐസ്ക്രീമിലാണ് ഇത്തരത്തിൽ മിനിമം വരുന്നത് ലോസ് എന്ന് പറയുന്നത് 15,000. ഓക്കെ, ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ മിനിമാക്സ് മെത്തേഡ് അല്ലെങ്കിൽ റിഗ്രറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നാലാമത്താണ് ലാപ്ലേസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ മെത്തേഡ് പറയുന്നത് എന്താണ്? ഓൾ ദി ഗിവൺ പോസിബിലിറ്റീസ് ഹാവ് ഈക്വൽ ചാൻസ് ടു ഒക്കർ എന്നുള്ളതാണ്. എല്ലാ പോസിബിലിറ്റീസിനും
എല്ലാ പോസിബിലിറ്റീസും സംഭവിക്കാനുള്ള സാധ്യത ഈക്വൽ ആണ് എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓൾ പേ ഓഫ് ആർ മൾട്ടിപ്ലൈഡ് വിത്ത് കൺസേൺഡ് പ്രോബബിലിറ്റീസ് ടു കമ്പ്യൂട്ട് എക്സ്പെക്റ്റഡ് പേ ഓഫ്. എക്സ്പെക്റ്റഡ് പേ ഓഫ് എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടെത്താൻ എല്ലാ പേ ഓഫ് വാല്യൂസും അതിന്റെ കൺസേൺഡ് പ്രോബബിലിറ്റിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് പറയാം. ഇവിടെ നിങ്ങൾ നോക്കുക, നേരത്തെ നമുക്ക് തന്നിട്ടുള്ള അതേ എക്സാമ്പിൾ തന്നെയാണ്. 20,000, അതേപോലെ 2,000, 4,000, 4,000, 5,000, 6,000, ഇവിടെ 5,000 ലോസ്, 10,000, അതേപോലെ തന്നെ 10,000 ആണ്. 10,000, 5,000, ഒരു 0 താഴോട്ടേക്ക് മാറിയാണ്. 10,000, 5,000. ഓക്കെ, ഇനി ഇവിടെ ഇതിന്റെ പ്രോബബിലിറ്റി വരുന്നത് എന്താണ്? ഇവിടെ 3 അൾട്ടർനേറ്റീവ് ആണുള്ളത്. അപ്പൊ 3 അൾട്ടർനേറ്റീവ് ആയതുകൊണ്ട് ഓരോന്നിന്റെയും പ്രോബബിലിറ്റി എന്തായിരിക്കും? 1/3 ആയിരിക്കും. ഓരോന്നും സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി, അതിന്റെ ചാൻസ് എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പൊ അതാണ് 1/3 ഇവിടെ കൊടുത്തത്. ഓക്കെ, പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ഇതിന് എക്സ്പെക്റ്റഡ് പേ ഓഫ് ടേബിൾ നമ്മൾ വരക്കുന്നു. എക്സ്പെക്റ്റഡ് പേ ഓഫ് ടേബിൾ വരക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ഓരോന്നിന്റെയും പ്രോബബിലിറ്റി 1/3 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കേസിൽ 20,000 ആണ് വാല്യൂ വരുന്നത്. 20,000 ആണ് വാല്യൂ വരുന്നത്. ഈ 20,000നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 20,000 എന്നതിനെ നമ്മൾ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 20,000 എന്നുള്ളത് 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ 6,667 എന്ന് കിട്ടുന്നത്. ഇങ്ങനെ ഓരോ വാല്യൂ, ഇതിൽ തന്നിരിക്കുന്ന ഓരോ വാല്യൂസിനെയും നമ്മൾ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഈ വാല്യൂസിനെ നമുക്ക് കിട്ടിയത്. എന്നിട്ട് ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസിൽ നമ്മൾ എക്സ്പെക്റ്റഡ് പേ ഓഫ് കണ്ടെത്തണം. എക്സ്പെക്റ്റഡ് പേ ഓഫ് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഈ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന വാല്യൂസ്, അതായത് നമ്മൾ പ്രോബബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് കണ്ടെത്തിയിരിക്കുന്ന വാല്യൂസിനെ ആഡ് ചെയ്യുന്നു. 1,333, 2,000, 1,667, ഇതിനൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5,000 എന്ന് കിട്ടും. ഇവിടെ 5,667 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിനെ രണ്ടിനെ ആഡ് ചെയ്തിട്ട് ഇതിനെ മൈനസ് ചെയ്യാണ് വേണ്ടത്. മൂന്നാമത്തെ എന്തായിരുന്നു? ലോസ് ആണ്. അതുകൊണ്ട് അതിനെ മൈനസ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ 3 വാല്യൂസ് കിട്ടും. എക്സ്പെക്റ്റഡ് പേ ഓഫ് എന്ന് പറയുന്ന വാല്യൂസ് 3 കിട്ടും. ഇനി ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഹയസ്റ്റ് എക്സ്പെക്റ്റഡ് വാല്യൂ വരുന്നതിന് നമ്മൾ സെലക്ട് ചെയ്യും. ഹയസ്റ്റ് എക്സ്പെക്റ്റഡ് പേ ഓഫ് എന്ത് ചെയ്യുന്നു? നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ വരുന്ന ഏതാണ്? ഹയസ്റ്റ് പേ ഓഫ് വരുന്നത് 6,333 എന്നുള്ളതാണ്. അതായത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണത്? ഐസ്ക്രീമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഒരു ഐസ്ക്രീം എന്നതിനെയാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ലാപ്ലേസ് മെത്തേഡ് പ്രകാരം ചെയ്യുന്നത് ഇത്തരത്തില് എന്താണ്? എക്സ്പെക്റ്റഡ് പേ ഓഫ് കണ്ടെത്തിയിട്ട് അതിൽ ഏതാണോ ഹയസ്റ്റ് വരുന്നത് അതിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് ഏതിൽ നടക്കുന്നത്? ഈ ഒരു ലാപ്ലേസ് മെത്തേഡ് പ്രകാരം നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ് ഹർവിക്സ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ക്രൈറ്റീരിയ പ്രകാരം ഇതിനെ റിയലിസം ഡിസിഷൻ റൂൾ എന്നും ഇതിനെ അറിയപ്പെടും. ഓക്കെ, ഈ ഒരു മെത്തേഡ് പ്രകാരം ഇറ്റ് മേക്ക് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ദി മാക്സിമാക്സ് റൂള് ആൻഡ് ദി മാക്സിമിനിം റൂൾ. ഓക്കെ, ഒപ്റ്റിമിസം റൂളും അതേപോലെ പെസിമിസം റൂളും പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അത് രണ്ടിന്റെയും ബിറ്റ്വീൻ ആയിട്ട് വരുന്നതാണ് എന്ത്? ഇവിടെ ഹർവിക്സ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ റൂൾ എന്ന് പറയുന്നത്, റിയലിസം ഡിസിഷൻ എന്ന് പറയുന്നത്. അത് ഇവിടെ ഹർവിക്സ് ക്രൈറ്റീരിയ പ്രകാരം നമ്മൾ ചെയ്യേണ്ടത് ഹർവിക്സ് വാല്യൂ എന്ന് പറയുന്ന ഒരു വാല്യൂ കണ്ടെത്തണം. അതെങ്ങനെയാണ്? മാക്സിമം പേ ഓഫ് ഇൻറ്റു എന്ത് കാണണം? ഒപ്റ്റിമിസ്റ്റിക് വാല്യൂ കണ്ടെത്തണം. ഇവിടെ ആൽഫ എന്ന് കൊടുത്തത് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് വാല്യൂ ആണ്. മാക്സിമം പേ ഓഫ് ഇൻറ്റു ഒപ്റ്റിമിസ്റ്റിക് വാല്യൂ കണ്ടെത്തിയിട്ട് അതിന്റെ കൂടെ എന്ത് കൂട്ടുക? മിനിമം പേ ഓഫ് ഇൻറ്റു 1 - ആൽഫ കണ്ടിട്ട് കിട്ടുന്ന വാല്യൂ ആണ് ഹർവിക്സ് വാല്യൂ എന്ന് പറയുന്നത്. ഈ ഹർവിക്സ് വാല്യൂ കണ്ടെത്തിയിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ തീരുമാനം എടുക്കുന്നത്. ഓക്കെ, based on the information in the given example, find out which strategy is to be selected under Hurwitz criteria on the assumption that the optimism level is 60%. അപ്പൊ ഇവിടെ ഒപ്റ്റിമിസം ലെവൽ തന്നതാണ്. ഇത് ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്? 60% ആണ്. എന്ന് പറഞ്ഞാൽ 0.6 ആണ് ഇവിടെ ആൽഫ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഹർവിക്സ് വാല്യൂ പ്രകാരം നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ട ഇക്വേഷൻ എന്തായിരുന്നു? മാക്സിമം പേ ഓഫ് ഇൻറ്റു 0.6 ആണ്. 0.6 വന്നത് എങ്ങനെയാണ്? 60% ആണ് ഒപ്റ്റിമിസം വാല്യൂ എന്ന് തന്നിട്ടുണ്ട്. പ്ലസ് മിനിമം പേ ഓഫ് ഇൻറ്റു 0.4. 0.4 എന്ന് പറയുന്നത് കിട്ടുന്ന 1 - 0.6 ആണ്. ഓക്കെ, 1 - ആൽഫ എന്ന് തൊട്ടുമുമ്പ് ഇക്വേഷൻ പറഞ്ഞതാണ്. 0.4 കിട്ടുന്നത് 1 - 0.6.
ഓക്കെ, 0.6 എന്ന് പറയുന്നത് 60% തന്നിട്ടാണ്, 60/100 കണ്ടിട്ടാണ് കിട്ടുന്നത്. ഇനി ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് ആൾട്ടർനേറ്റീവ് ഐസ്ക്രീം, അതേപോലെ തന്നെ ടീ ഷോപ്പ്, ക്യാൻഡി ഷോപ്പ് വാല്യൂസ് ഇത് തന്നെ, നേരത്തെ പറഞ്ഞ വാല്യൂസ് തന്നെ. ഓക്കെ, ഇത് തന്നെ വരുന്നു. ഓക്കെ, അതുവരെ നേരത്തെയുള്ള വാല്യൂ ആണ്. ഇനി ഇതിൽ നമ്മൾ മാക്സിമം വാല്യൂ കണ്ടെത്തി. ഓരോന്നിന്റെ മാക്സിമം വാല്യൂ ഇവിടെ 20,000 വരും, ഇവിടെ മാക്സിമം വാല്യൂ 10,000 വരും, ഇവിടെ മാക്സിമം വാല്യൂ 6,000 വരും. ഇനി മിനിമം വാല്യൂ കണ്ടെത്തുന്നു. ഇതിൽ മിനിമം വാല്യൂ -5,000 ആണ് ഇവിടെ ലോസ് വരുന്നത്. ഇനി ഇവിടെ 2,000 ഇതിൽ കുറവ് വരുന്നത്, ഇവിടെ 4,000 കുറവ് വരുന്നു. ഓക്കെ, ഇവിടെ ഹെർവിക്സ് വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? മാക്സിമം പേ ഓഫ് ഇൻറ്റു 0.6. മാക്സിമം പേ ഓഫ് എത്രയാണ്? ഇവിടെ 20,000 ആണ്. 20,000 ഇൻറ്റു എന്ത് കാണണം? 0.6. മിനിമം പേ ഓഫ് ഇൻറ്റു 0.4. ഇവിടെ -5,000 ഇല്ലേ, ഇൻറ്റു എന്ത് കാണണം? 0.4 കാണണം. ഓക്കെ, 0.4. ഇത് രണ്ടും കണ്ടിട്ട് അതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 10,000 എന്ന് കിട്ടും. ഓക്കെ, അതിന്റെ വർക്കൗട്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 20,000 ഇൻറ്റു 0.6 -5,000 ഇൻറ്റു 0.4, അതായത് 12,000 മൈനസ് 2,000 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും? 10,000. ഓക്കെ, അതേപോലെ നമ്മൾ ഓരോ കേസിലും, ടീ ഷോപ്പിന്റെ കേസിലും ഇതേപോലെ കാണുന്നു. അതായത് ഇവിടെ എന്ത് വരും? 10,000 ഇൻറ്റു 0.6 പ്ലസ് എന്ത് വരും? 2,000 ഇൻറ്റു 0.4 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 6,800 എന്ന് കിട്ടും. ഇവിടെ 6,000 ഇൻറ്റു 0.6 പ്ലസ് 4,000 ഇൻറ്റു 0.4 കണ്ടു കഴിഞ്ഞാൽ 5,200 എന്ന് കിട്ടും. ഓക്കെ, ഇത്തരത്തിൽ ഹെർവിക്സ് വാല്യൂ നമ്മൾ കണ്ടെത്തുന്നു. ഇങ്ങനെ ഹെർവിക്സ് വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിൽ ഹയസ്റ്റ് വാല്യൂ വരുന്നത് ഏതാണോ അതിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഇതിൽ ഹയസ്റ്റ് വാല്യൂ വരുന്നത് ഏതാണ്? 10,000 ആണ്. അപ്പൊ ഈ ഐസ്ക്രീം എന്നതിന് എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഹെർവിക്സ് വാല്യൂ മെത്തേഡ് പ്രകാരം ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ 5 മെത്തേഡുകൾ, അൺസർട്ടനിറ്റിയിൽ വരുന്ന 5 മെത്തേഡുകളും നമ്മൾ ഒരേ എക്സാമ്പിൾ വെച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു. അൺസർട്ടനിറ്റി എന്നതിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ ഇത്തരത്തിൽ 5 മെത്തേഡുകളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.